ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ്. അപ്പോൾ ഞാനത് നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നീളത്തിലാണ് നുറുക്കിയെടുക്കുന്നത്. ഞാനിതുപോലെയാണ് നുറുക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എത്രയാണോ കോവയ്ക്ക് എടുക്കുന്നത് അതിനനുസരിച്ച് കോൺഫ്ലവറിൻ്റെയും പൊടികളുടെയൊക്കെ അളവ് കൂട്ടാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, അത് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ച കോവയ്ക്ക് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ കോവയ്ക്കൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെക്കണം. ഞാനിവിടെ 1.5 മണിക്കൂർ നേരം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എണ്ണയും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇനി ബാക്കിയെല്ലാതും ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്